ഇന്ന് 2 കഥകളാണ് പറയുന്നത്. ഒന്നാമത്തെ കഥ മാമ്പഴം എങ്ങനെ ഉണ്ടായി എന്നതാണ്. മാമ്പഴം ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി എന്നാണ് ഈ കഥ നമ്മോട് പറയുന്നത്. പണ്ട് അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ച് വളരുകയായിരുന്നു. ഒരിക്കൽ കണ്ണൻ കൂട്ടുകാരുമൊത്ത് കാലി മേയ്ക്കാൻ കാട്ടിലേക്ക് പോയി. അങ്ങനെ കാട്ടിലവർ ചുറ്റി നടന്നു. ഇടയ്ക്ക് കണ്ണൻ നന്നായിട്ട് ഓടക്കുഴലൂതി. കൂട്ടുകാർ മാത്രമല്ല, ചുറ്റുമുള്ള പ്രകൃതി മുഴുവൻ കണ്ണൻ്റെ പാട്ട് കേട്ട് ലയിച്ചങ്ങനെ നിന്നു. മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എന്തിന് നദി പോലും ഒഴുകാതെ കുറേ നേരം ആ പാട്ട് കേട്ടു നിന്നു. പിന്നെ കണ്ണനും കൂട്ടുകാരും കാട്ടിൽ ഓടിക്കളിച്ചു. ഒളിച്ചോ പാത്തോ കളിച്ചു. കാലികൾ ആ സമയത്ത് പുല്ല് തിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിശന്നു. കാട്ടിൽ നിന്ന് കുറേ ദൂരെയാണ് അമ്പാടി. അങ്ങോട്ട് നടന്നു പോയി ചെന്ന് പറ്റിയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ വകയുള്ളൂ. അന്ന് അവർ നേരത്തെ പോകാം എന്ന് കരുതി ഭക്ഷണമൊന്നും പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്നില്ല. കൂട്ടുകാർ കണ്ണനോട് പറഞ്ഞു, കണ്ണ വല്ലാതെ വിശക്കുന്നല്ലോ, മരങ്ങളിലെങ്ങും ഒറ്റ പഴം പോലുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ പറിച്ച് തിന്നാമായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് അമ്പാടിയിൽ ചെന്നിട്ടല്ലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ. അപ്പോൾ കണ്ണൻ പറഞ്ഞു, നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ എന്ന്, ഞാനൊന്ന് ചുറ്റുപാടും നോക്കട്ടെ, നിങ്ങളിവിടെ ഇരിക്കൂ. അങ്ങനെ കൂട്ടുകാരെല്ലാവരും ഒരു മരച്ചുവട്ടിലിരുന്നു. കണ്ണൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ചിരിക്കണം, ഞാൻ പറഞ്ഞിട്ടേ ഇനി കണ്ണ് തുറക്കാവൂ. കണ്ണനോട് കൂട്ടുകാർക്ക് വലിയ വിശ്വാസമായിരുന്നു. എത്രയോ തവണ കണ്ണൻ തങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എത്ര രാക്ഷസന്മാരെ അവൻ നേരിട്ടിരിക്കുന്നു. കാളിയ സർപ്പത്തിൽ നിന്ന് കണ്ണനാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെയുള്ള കണ്ണനെ അവരവിശ്വസിക്കുമോ? എല്ലാവരും കണ്ണടച്ചിരുന്നു. കണ്ണനാണെങ്കിൽ നദിയുടെ കരയിൽ നിന്ന് കുറച്ച് നല്ല മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ആ മണ്ണ് കുഴച്ച് നല്ല ഭംഗിയുള്ള ഒരു പഴമുണ്ടാക്കി. കണ്ണൻ അതുണ്ടാക്കി കഴിഞ്ഞതും അതിന് ജീവൻ വന്നു. നല്ല മഞ്ഞ നിറത്തിൽ തുടുത്ത ഒരു പഴം. കണ്ണൻ എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഇനി എല്ലാവരും കണ്ണ് തുറന്നോളൂ, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കുട്ടികൾ കണ്ണ് തുറന്നു. നോക്കുമ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന അവരുടെ നടുക്ക് നല്ല ഭംഗിയുള്ളൊരു പഴം ഇരിക്കുന്നു. അത്തരം ഒരു പഴം അവരതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും കൂടി ചേർന്ന് അത് മുറിച്ച് തിന്നു നോക്കി. അത്ര രുചികരമായ ഒരു ഫലം അവരതിനു മുമ്പ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് രുചി, നല്ല രസം. നല്ല നീരുള്ളതുകൊണ്ട് ദാഹവും പോകും, നല്ല മാംസമുള്ളതുകൊണ്ട് വിശപ്പും പോകും. കൂട്ടുകാരെ ചോദിച്ചു, ഇതെന്ത് പഴമാ കണ്ണ, ഞങ്ങളിങ്ങനെ ഒരു പഴം കണ്ടിട്ടേ ഇല്ലല്ലോ. കണ്ണൻ പറഞ്ഞു, ഇതാണ് മൺപഴം. ഈ മൺപഴം വളരെ രുചിയുള്ളതാണ്, നമ്മുടെ നാട്ടിലില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഇത് തിന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുരു ഇവിടെ കുഴിച്ചിടാം. ഇത് വളർന്ന് വലിയൊരു മരമാകും. അപ്പോൾ നമുക്ക് ആ മരത്തിൽ നിന്ന് ഇഷ്ടം പോലെ മൺപഴങ്ങൾ പറിച്ചു തിന്നാം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആ കാടിൻ്റെ നദീതീരത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ആ പഴത്തിൻ്റെ കുരു അവിടെ കുഴിച്ചിടാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവേന്ദ്രൻ മുകളിലുണ്ടായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഭൂമിയിലേക്ക് എത്തി. എന്നിട്ട് കടനോട് ഓടിച്ചെന്ന് പറഞ്ഞു, ആ കുരു അത് നിങ്ങളെ എനിക്ക് തരണം, ഞാനത് എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് കൊള്ളാം. കണ്ണന് വന്നത് ആരാണെന്ന് മനസ്സിലായി. കണ്ണൻ പറഞ്ഞു, സ്വർഗ്ഗലോകത്ത് ഒരുപാട് പഴങ്ങളുണ്ട്, പക്ഷേ ഈ മൺപഴം ഭൂമിയിലേക്കുള്ളതാണ്. ഞാനിത് ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, നിങ്ങൾക്ക് തരാൻ ഒരു ഉദ്ദേശവുമില്ല. ദേവേന്ദ്രൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി അത് ആസ്വദിച്ച് തിന്നുന്ന കണ്ടപ്പോഴേ എനിക്കത് വേണമെന്ന് തോന്നിയതാണ്. ഭൂമിയിലെ വിശിഷ്ടമായ വസ്തുക്കൾ ആദ്യം സ്വർഗ്ഗലോകത്താണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ വിത്തിനെ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോകും. ആദ്യം സ്വർഗ്ഗലോകവാസികൾ മാമ്പഴം കഴിക്കട്ടെ, അതിനുശേഷം ഭൂമിയിലുള്ളവർ കഴിച്ചാൽ മതി. പക്ഷേ കണ്ണൻ സമ്മതിച്ചില്ല. കണ്ണൻ പറഞ്ഞു, ഇല്ല, ഞാനിത് ഭൂമിയിലെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. യാതൊരു കാരണവശാലും ഞാനിത് സ്വർഗ്ഗലോകത്തേക്ക് തരികയില്ല. എത്ര നിർബന്ധിച്ചിട്ടും കണ്ണൻ വഴങ്ങുകയില്ല എന്ന് കണ്ട ദേവേന്ദ്രൻ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം താൻ തന്നെ ഉണ്ടാക്കും, ഇതിന് താൻ പ്രതികാരം ചെയ്യും എന്ന നിശ്ചയത്തോടെ സ്വർഗ്ഗലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി. കണ്ണനും കൂട്ടുകാരും കൂടി ചേർന്ന് ആ നദീതീരത്ത് ആ വിത്ത് കുഴിച്ചിടുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിത്ത് മുളച്ചു വന്നു. കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അത് ഒരു മരമായി മാറി. മരത്തിൽ ചെറിയ ചെറിയ പൂവുകൾ ഉണ്ടാകാൻ തുടങ്ങി. കുലകളായിട്ട് പൂക്കളുണ്ടായി. നല്ല മണം വന്നു. ദേവേന്ദ്രനാണെങ്കിൽ മഴ പെയ്യിച്ച് മാമ്പൂക്കളെ കരിയിക്കാൻ ശ്രമിച്ചു. കണ്ണനാണെങ്കിൽ മഞ്ഞുകാറ്റിനെ പറത്തുവിട്ട് മഴമേഘങ്ങളെ ഓടിച്ചു വിട്ടു. അങ്ങനെ എന്തായാലും മഞ്ഞുകാലത്ത് ദേവേന്ദ്രൻ്റെ മഴയോട് മല്ലിട്ട് ആ മരം തളിർത്ത് പൂത്ത് കായ്ച്ചു. ഭംഗിയുള്ള കായ്കൾ കുലകുലയായിട്ടുണ്ടായി. ദേവേന്ദ്രൻ എങ്ങനെയൊക്കെ ആ മരത്തിനെ തകർക്കാൻ നോക്കിയെങ്കിലും കണ്ണൻ എപ്പോഴും അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിന്നു. അങ്ങനെ അവസാനം ആ മരത്തിലെ കായകൾ പഴുത്തു. കണ്ണൻ മണ്ണുകൊണ്ട് കൂട്ടുകാർക്ക് വേണ്ടി സൃഷ്ടിച്ച ആ പഴം എല്ലാവരും രുചിയോടെ പറിച്ച് തിന്നു തുടങ്ങി. മൺപഴം മൺപഴം എന്ന് വിളിച്ച് അത് പിന്നീട് മാമ്പഴമായി തീർന്നു. അങ്ങനെയാണ് ഭൂമിയിൽ മാമ്പഴം ഉണ്ടായത് എന്നാണ് കഥ പറയുന്നത്.
ഇഷ്ടമായോ കഥ? ഇനി രണ്ടാമത്തെ കഥ പറയാം. പണ്ട് ഒരമ്മൂമ്മ അരിയുണ്ട ഉണ്ടാക്കി. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങി ഉണക്കി അത് ഉരലിലിട്ടിടിച്ച് അതിൻ്റെ ഉമ്മി കളഞ്ഞ് തവിട് കളഞ്ഞ് അതിനെ അരിയാക്കി, പിന്നെ ആ അരി കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്ത് തേങ്ങയൊക്കെ വറുത്ത് ശർക്കരയൊക്കെ ചേർത്ത് ഏലക്കയൊക്കെ പൊടിച്ച് ചേർത്ത് ചുക്കൊക്കെ ചേർത്ത് വളരെ ഭംഗിയായിട്ട് രുചിയായിട്ട് അമ്മൂമ്മ നല്ല അരിയുണ്ട ഉണ്ടാക്കി. എന്നിട്ട് വലിയൊരു പാത്രം എടുത്ത് ആ അരിയുണ്ടകൾ അതിനുള്ളിൽ അടുക്കി നിറച്ചിട്ട് തൻ്റെ അടുക്കളയ്ക്കുള്ളിൽ പൂട്ടി വെക്കാൻ വേണ്ടി എടുത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് ഒരരിയുണ്ട പുറത്ത് ചാടി. അമ്മൂമ്മ അത് കണ്ടില്ല. അമ്മൂമ്മ കാണാതെ അരിയുണ്ട ഉരുണ്ടുരുണ്ട് അടുക്കളയുടെ വാതിലിനടുത്ത് പോയി പാത്തിരുന്നു. അമ്മൂമ്മ അരിയുണ്ട പാത്രം വലിയ അലമാരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടി. ഈ സമയത്ത് അടുപ്പിൽ നിന്ന് ഒരു ചെറിയ വിറക് കൊള്ളി പുറത്ത് ചാടി. അത് അമ്മൂമ്മ കാണാതെ ചാടി അടുക്കള വാതിലിനടുത്തെത്തിയപ്പോൾ അടുക്കള വാതിലിനടുത്ത് ഒളിച്ചു നിൽക്കുന്ന അരിയുണ്ടയെ കണ്ടു. അരിയുണ്ട ചോദിച്ചു, എങ്ങോട്ടാ പോന്നേ? അപ്പോൾ ചുള്ളിക്കമ്പ് പറഞ്ഞു, ഞാൻ ഈ അടുപ്പിലിരുന്ന് കത്തിത്തീരുന്നതിന് മുമ്പ് ലോകം ഒന്ന് കാണാൻ പോകാം, നീ വരുന്നുണ്ടോ? അരിയുണ്ട പറഞ്ഞു, ഞാനും അതിനു വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് പുറത്ത് ചാടിയതാ. ആരെങ്കിലും എടുത്ത് തിന്ന് എന്നെ വയറ്റിലാക്കുന്നതിന് മുമ്പ് എനിക്ക് ലോകം ഒന്ന് കാണണം. രണ്ടുപേരും കൂടെ പുറത്ത് ചാടി തിണ്ണയിൽ ഒളിച്ചിരുന്നു. അപ്പൂപ്പൻ മുറ്റത്തുണ്ട്. അപ്പൂപ്പൻ മുറ്റത്ത് നിന്ന് അകത്തേക്ക് കയറിയിട്ട് വേണം ഇവർക്ക് ചാടി പുറത്തിറങ്ങാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു തൂണിന് മറഞ്ഞ് നിൽക്കുമ്പോൾ അടുക്കളയുടെ അടുപ്പിനുള്ളിൽ നിന്ന് ഒരു തീക്കട്ട പുറത്ത് ചാടുന്നു. അവനും അടുക്കളയുടെ തറയിലൂടെ ഉരുണ്ടുരുണ്ട് വാതിലിലൂടെ വന്ന് പുറത്ത് ചാടി തിണ്ണയിലിരുന്നു. അവിടെ തൂണിന് മറഞ്ഞു നിൽക്കുന്ന കൂട്ടുകാർ അവനോട് പറഞ്ഞു, ഷൂ ഇങ്ങോട്ട് പോരെ, അപ്പൂപ്പൻ കാണണ്ട. അപ്പോൾ തീക്കട്ട ചാടി ചുള്ളിക്കമ്പിൻ്റെയും അരിയുണ്ടയുടെ അടുത്തെത്തി. അവർ തീക്കട്ടയോട് ചോദിച്ചു, എന്തിനാ നീ അടുപ്പിൽ നിന്ന് പുറത്ത് ചാടിയത്? തീക്കട്ട പറഞ്ഞു, ആ അടുപ്പിൽ കിടന്ന് വെന്ത് വെണ്ണീറായി പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ ലോകം ഒന്ന് കാണണം, അതിന് ചാടിയതാ. എന്നാൽ പിന്നെ നമുക്ക് ലോകം കാണാൻ പോകാം എന്നും പറഞ്ഞ് അപ്പൂപ്പനകത്ത് കയറി തക്കം നോക്കി അരിയുണ്ടയും ചുള്ളിക്കമ്പും തീക്കട്ടയും കൂടെ പുറത്തിറങ്ങി മുറ്റം കടന്ന് പതുക്കെ വഴിയിലേക്ക് ഇറങ്ങി നടന്നു തുടങ്ങി. അരിയുണ്ട ഉരുണ്ടുരുണ്ട് പോയി. തൊട്ട് പിന്നാലെ ചുള്ളിക്കമ്പ് ചാടിപ്പോയി. തീക്കട്ടയാണെങ്കിൽ ഷാഷു എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പിന്നാലെ നടന്നു പോയി. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഒരു പട്ടി അവരെ കണ്ടു. പട്ടി കുറച്ചുകൊണ്ട് ഓടി വന്ന് അരിയുണ്ട തിന്നാനാണ് പട്ടിയുടെ വരവ്. അപ്പോൾ തീക്കട്ട ചാടി മുന്നിൽ കയറി പട്ടിയുടെ മീശയ്ക്ക് ഒരു പിടുത്തം കൊടുത്തു. മീശ പൊള്ളിപ്പോയ പട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. വീണ്ടും കൂട്ടുകാരും മൂന്നും കൂടെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു കോഴിയെ കണ്ടു. കോഴിയാണെങ്കിൽ അരിയുണ്ട കണ്ടപ്പോൾ തിന്നാൻ ഓടിയെത്തി. അപ്പോൾ ചുള്ളിക്കമ്പ് അവിടെ തലക്കിട്ടൊരു തട്ട് വെച്ചു കൊടുത്തു. കോഴി ചിലച്ചുകൊണ്ട് ഓടിപ്പോയി. അങ്ങനെ വീണ്ടും 3 കൂട്ടുകാരും കൂടെ നടന്ന് അവരൊരു അരുവിയുടെ കരയിലെത്തി. ചെറിയൊരു അരുവിയായിരുന്നു. നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഒരു ചെറിയ കൈത്തോടിനടുത്തെത്തിയപ്പോൾ അരിയുണ്ട പറഞ്ഞു, ഞാൻ വേഗം ചാടി അപ്പുറത്ത് പോകാം, നിങ്ങൾ എൻ്റെ പിന്നാലെ ചാടി വന്നാൽ മതി. 2 കൂട്ടുകാരും സമ്മതിച്ചു. അങ്ങനെ അരിയുണ്ട ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. പക്ഷേ അവന് അരുവിയുടെ അക്കരെ വരെ ചാടിയെത്താൻ പറ്റിയില്ല. ചാടുന്ന വഴിക്ക് അവൻ വെള്ളത്തിൽ വീണു. എന്നാലും നീന്തി ഒരു വിധത്തിൽ അക്കരെ പറ്റി. ചുള്ളിക്കമ്പാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് വെള്ളത്തിലേക്ക് നീണ്ടു നിവർന്ന് വീണിട്ട് കയ്യും കാലും വിട്ട് അടിച്ച് നീന്തി അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇത് കണ്ട തീക്കട്ട ഇക്കരയിലിരുന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു, അയ്യോ എനിക്ക് പേടിയാണേ, എന്നെ കൂടെ അക്കരെ കൊണ്ടുപോണേ. പാവം ചുള്ളിക്കമ്പിന് സങ്കടം വന്നു. അവൻ തീക്കട്ടയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഞാൻ നീന്തി അക്കരയ്ക്ക് പോയില്ല, നീ എൻ്റെ പുറത്ത് കയറിയിരുന്നു, നമുക്ക് 2 പേർക്കൂടെ ഒരുമിച്ച് പോകാം. അങ്ങനെ തീക്കട്ട ചുള്ളിക്കമ്പിൻ്റെ പുറത്ത് കയറിയിരുന്നു. ചുള്ളിക്കമ്പ് നീന്തി തോടിനക്കരയിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ എന്ത് പറ്റി? തീക്കട്ട പുറത്ത് കയറിയിരുന്നപ്പോൾ ചുള്ളിക്കമ്പിന് തീ പിടിച്ചു. അവൻ 2ആയിട്ട് മുറിഞ്ഞ് നദിയിലൂടെ ഒഴുകി ദൂരേക്ക് പോയി. ചുള്ളിക്കമ്പ് മുറിഞ്ഞപ്പോൾ പുറത്തിരുന്ന തീക്കട്ട വെള്ളത്തിൽ വീണ് കെട്ടുപോയി. ഇതും കണ്ടുകൊണ്ട് കരയിലിരുന്ന് പൊട്ടി ചിരിക്കുകയാണ് അരിയുണ്ട. പക്ഷേ ഒരു തവണ വെള്ളത്തിൽ വീണതല്ലേ, അവൻ ആകെ കുതിർന്നു പോയ അവൻ പതുക്കെ ബലം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു കാക്ക വന്ന് അവനെ കൊത്തി തിന്നു കളഞ്ഞു. അങ്ങനെ 3 കൂട്ടുകാരുടെയും ലോകസഞ്ചാരം അവിടെ അവസാനിച്ചു. 2 കഥകളും ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.